എത്ര ശ്രമിച്ചിട്ടും വെയിറ്റ് കുറയാത്ത ആളുകൾക്ക് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ആണ് സ്ലിം ഫിറ്റ് എന്ന് പറയുന്നത്. ഒരു മാസം കൊണ്ട് 12 കിലോ ഒക്കെ സിമ്പിൾ ആയിട്ട് കുറയ്ക്കാൻ പറ്റും. ഇത് കഴിച്ചിട്ട് ഒരുപാട് ആളുകൾക്കാണ് വെയിറ്റ് കുറഞ്ഞിട്ടില്ല. 5 കിലോ കുറഞ്ഞ ആളുകളുണ്ട്, 8 കിലോ കുറഞ്ഞ ആളുകളുണ്ട്, 10-12 കിലോ വരെ കുറഞ്ഞിട്ട് ആളുകളുണ്ട്. സ്ലിം ഫിറ്റ് കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വെറും വെയിറ്റ് ലോസ് മാത്രമല്ല, നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ അത് കുറയും, നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് കുറയാൻ ഹെൽപ്പ് ചെയ്യും. ഇത് ഒരുപാട് വഴികൾ നോക്കിയിട്ടും വെയിറ്റ് കുറയാത്ത ഒരാൾ സ്ലിം ഫിറ്റും നമ്മൾ ഡയറ്റും കൂടി എടുക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടായിരുന്നത് ഒരു മാസം കൊണ്ട് 5 കിലോ ആണ് കുറഞ്ഞിട്ടുള്ളത്. സ്ലിം ഫിറ്റ് കഴിക്കുന്നത് കൊണ്ട് നമ്മളെ ബോഡിയിൽ എന്ത് ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നത്? എത്ര ശ്രമിച്ചിട്ടും വെയിറ്റ് കുറയാത്ത ആളുകൾക്ക് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ആണ് സ്ലിം ഫിറ്റ് എന്ന് പറയുന്നത്. ഇത് കഴിച്ചിട്ട് ഒരുപാട് ആളുകൾക്കാണ് വെയിറ്റ് കുറഞ്ഞിട്ടില്ല. 5 കിലോ കുറഞ്ഞ ആളുകളുണ്ട്, 8 കിലോ കുറഞ്ഞ ആളുകളുണ്ട്, 10-12 കിലോ വരെ കുറഞ്ഞിട്ട് ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലിം ഫിറ്റ് എടുക്കാവുന്നതാണ്. അങ്ങനെ സ്ലിം ഫിറ്റ് എടുത്ത് ഒരുപാട് വഴികൾ നോക്കിയിട്ടും വെയിറ്റ് കുറയാത്ത ഒരാൾ സ്ലിം ഫിറ്റും നമ്മൾ ഡയറ്റും കൂടി എടുക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടായിരുന്നത് ഒരു മാസം കൊണ്ട് 5 കിലോ ആണ് കുറഞ്ഞിട്ടുള്ളത്. അവരുടെ ഫീഡ്ബാക്ക് ഒന്ന് നിങ്ങൾ കേട്ടുവരി. എനിക്കൊരു 7 ഡേയ്സ് വീക്കിലി 7 ഡേയ്സിൽ ഒരു ഡയറ്റിംഗ് പ്ലാൻ എനിക്ക് ആൾ അയച്ചു തന്നു. പ്ലസ് ഒരു സ്ലിം ഫിറ്റ് എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റും ഒരു മാസത്തേക്ക് പ്രിസ്ക്രൈബ് ചെയ്തു. അപ്പോൾ ഞാനത് തുടക്കത്തിലൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നോക്കാം, എന്നിട്ട് വിടാം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ എനിക്ക് വലിയൊരു വിശപ്പൊന്നും ഫീൽ ചെയ്തില്ല. ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് എൻ്റെ ബോഡിയിൽ അനുഭവപ്പെട്ട് തുടങ്ങിയപ്പോൾ ഞാനത് എക്സാക്ട്ലി ഒരു 1 മന്ത് അത് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു ടാർഗറ്റ് ഒരു 5 kg റെഡ്യൂസ് ചെയ്യലായിരുന്നു. അത് വിത്തിൻ 30 ഡേയ്സിൽ ഐ കുഡ് റെഡ്യൂസ് മൈ വെയ്റ്റ് 5 kg. അപ്പോൾ എനിക്കത് ആ ഒരു ഡയറ്റ് പ്ലാൻ വളരെയധികം നല്ലമാതിരി തോന്നി. സാധാരണ അത് ആർക്കും ഫോളോ ചെയ്യാം, വലിയൊരു വിശപ്പോ കാര്യങ്ങളോ ഇല്ലാതെ അത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന് റിസൾട്ട് ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായിരിക്കുന്നു. അവരത് പ്രൂവ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റാർക്കെങ്കിലും ഒരു ആവണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അവരുടെ സർവീസ് എന്ന് പറയുന്നത് വളരെയധികം നല്ലൊരു സർവീസാണ് Q1Bയുടെ. ഡോക്ടർ ഭാഗ്യയാണെങ്കിലും പിന്നെ മാഡം റമല എല്ലാ ദിവസവും നമുക്ക് രാവിലെ ഫോളോ അപ്പ് ചെയ്യും. കാരണം അവർ പല വഴികൾ നോക്കിയിട്ടും അവർക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ സ്ലിം ഫിറ്റും നമ്മൾ ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്ത സമയത്ത് അവർക്ക് ഒരു മാസം കൊണ്ട് 5 കിലോ കുറഞ്ഞു എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്കും ഇതുപോലെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അതിന് എങ്ങനെ വെയിറ്റ് കുറച്ചു എന്നുള്ളതാണ് നമ്മൾ ഡോക്ടറോട് സംസാരിക്കാൻ പോകുന്നത്. ഡോക്ടറെ, അവരിപ്പോ പറഞ്ഞിട്ടുള്ളത് ഒരു മാസം കൊണ്ട് അവർ 5 കിലോ കുറച്ചെന്നുള്ളത്. കാരണം അവർ ഒരുപാട് വഴികൾ നോക്കിയിട്ടുണ്ട്. അവർ പ്രവാസി കൂടി ആയിരുന്നു, എന്നിട്ടൊന്നും അവരെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായില്ല. പക്ഷേ ഡോക്ടറുടെ കൺസൾട്ടേഷനും ഈ ഒരു സ്ലിം ഫിറ്റ് കൂടി എടുത്ത സമയത്ത് അവർക്ക് ഒരു മാസം കൊണ്ട് 5 കിലോ കുറയ്ക്കാൻ പറ്റിയിട്ട്. എങ്ങനെയായിരുന്നു ഈ ഒരു ജേർണി ഉണ്ടായിരുന്നത്? ആള് അത്യാവശ്യം എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ബാഡ്മിന്റൺ പ്ലെയറും കൂടിയായിരുന്നു. പക്ഷെ ആള് കുറെ കാലമായിട്ട് ഇങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആള് സ്വന്തമായിട്ട് ഡയറ്റ് എടുത്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ വലിയ രീതിയിലുള്ള ഒരു കുറവൊന്നും ആൾക്ക് കണ്ടിട്ടില്ല. പക്ഷെ ആൾക്കുള്ള ഒരു ലക്ഷ്യം എന്തായിരുന്നത്, ഈ നമ്മൾ എടുത്ത് വന്ന ഈ ഒരു മാസം കൊണ്ട് ഒരു 5 kg എങ്കിലും കുറയ്ക്കണം എന്നുള്ളതായിരുന്നു ആളുടെ ലക്ഷ്യം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ കേസ് എടുത്ത് നോക്കി. കേസ് എടുത്ത സമയത്ത് മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി. അപ്പൊ വേറെ പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല. അപ്പൊ ആളുടെ ഒരു മെയിൻ പ്രശ്നം ഈ ഒരു വെയിറ്റ് തന്നെയായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടാബ്ലറ്റ് കൊടുത്തു, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് കൊടുത്തു. അപ്പം ഡയറ്റ് കൊടുത്തിരുന്ന സമയത്ത് ഒരു ഡയറ്റീഷ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ഡയറ്റീഷ്യൻ 1 മന്ത് മോണിറ്റർ ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ഡയറ്റ് ആയിരുന്നു. അപ്പൊ രാവിലെ എന്ത് കഴിക്കണം, ഉച്ചയ്ക്ക് എന്ത് കഴിക്കണം, അത് എത്ര ക്വാണ്ടിറ്റിയിൽ കഴിക്കണം, എല്ലാ വീഡിയോസും ഫോട്ടോസും ഒക്കെ ആ ഒരു പേഷ്യന്റ് ആൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആളും സത്യസന്ധമായിട്ട് ആ ഒരു 1 മന്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫോളോ ചെയ്തു. അതുകൊണ്ടാണ് ആൾക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട്. അതോ ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, അവരെ ഫോളോ അപ്പ് ചെയ്തതും അവര് കഴിച്ച ഭക്ഷണങ്ങളെ ഫോട്ടോയും അത് കൃത്യമായിട്ട് അവർ അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ വീഡിയോ കാണാം. അവരെല്ലാ ഭക്ഷണവും കഴിച്ചിട്ടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം പോലെ കുറച്ചിട്ടില്ല എന്നുള്ളതാണ്. ചിക്കൻ കഴിച്ചിട്ടുണ്ട്, ബാക്കി ഫിഷ് കഴിച്ചിട്ടുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള എല്ലാം കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ കുറച്ച് റെഗുലേഷൻസ് മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ. അവർ പ്രോപ്പർ ആയിട്ട് വെയിറ്റ് കുറഞ്ഞു എന്നുള്ളതാണ്. ഇവർക്ക് ഇങ്ങനെ വെയിറ്റ് കുറയാൻ മാം എന്തൊക്കെ ഭക്ഷണങ്ങൾ, ഇപ്പോൾ എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷൻ ആണ്. നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇഷ്ടഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കണം, എന്നിട്ട് ഭയങ്കര ത്യജിച്ച് വെള്ളം മാത്രം കുടിച്ച് പട്ടിണി എടുക്കണം എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും എങ്ങനെയാണ് ഇവർക്ക് വെയിറ്റ് കുറച്ചത്? എന്ത് ഡയറ്റാണ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്? അതെ, ഇപ്പൊ നമ്മള് വീട്ടിലൊക്കെ ആണെങ്കിൽ ആരെങ്കിലും ഒക്കെ ഡയറ്റ് എടുക്കുന്നൊക്കെ സമയത്ത് അമ്മമാര് പറയും ചിക്കൻ ഒന്നും അധികം കഴിക്കണ്ട, ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കൂടും എന്നാണ് നോർമലി നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം. പക്ഷെ ഒരിക്കലും അല്ല. നമ്മൾ കൊടുക്കുന്ന ഡയറ്റിനകത്ത് നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രോട്ടീൻ സോഴ്സ് തന്നെയാണ്. അപ്പൊ പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയുമ്പോൾ പയറ്, പരിപ്പ് വർഗ്ഗങ്ങൾ മാത്രമല്ല, നമ്മുടെ ചിക്കനൊക്കെ നല്ല ബെസ്റ്റ് പ്രോട്ടീൻ ആണ്. അപ്പൊ നമ്മൾ ആ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ആൾക്ക് ഈ ഒരു ഡയറ്റ് എടുക്കാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം നമ്മൾ ചിക്കൻ ഉണ്ട്,
അതുപോലെ തന്നെ ഇപ്പൊ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ബീഫ് കഴിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, മുട്ട കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള എല്ലാ ഫുഡും കൊടുത്തതുകൊണ്ട് തന്നെ ആള് കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ആ ഡയറ്റ് ചാർട്ട് നമ്മൾ ആദ്യം കൊടുക്കും പേഷ്യന്റിന്. അവർ ഓക്കെ ആണെങ്കിൽ നമ്മൾ അത് പ്രൊസീഡ് ചെയ്യും, ഇല്ലെങ്കിൽ അവർക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമ്മൾ ആ ചേഞ്ചസും അവർക്ക് വരുത്തി കൊടുക്കുന്നതാണ്. അതായത് കൃത്യമായിട്ട് നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഡയറ്റ് പ്ലാനുകൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് നമ്മുടെ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള ടീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ സ്ലിം ഫിറ്റ് കഴിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങൾ ഡയറ്റ് ചാർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ഡോക്ടറെ, നമ്മൾ ഈ ഒരു സ്ലിം ഫിറ്റ് കഴിക്കുന്നത് കൊണ്ട് നമ്മളെ ബോഡിയിൽ എന്ത് ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നത്? ഈ സ്ലിം ഫിറ്റിനകത്ത് നമ്മൾ ഇൻഗ്രീഡിയൻസ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കോഫി എക്സ്ട്രാക്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളെ കുടംപുളിയുടെ എക്സ്ട്രാക്ട് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ ഓവറായിട്ട് വരുന്ന ഫാറ്റിനെ ബേൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും ഇതിൽ വരുന്നുണ്ട്. അപ്പൊ പലർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഈ ഫാറ്റി ലിവർ ഉള്ള പേഷ്യൻസിനോട് നമ്മൾ പറയാറുണ്ട് നിങ്ങൾ കട്ടൻ കാപ്പി കുടിച്ചോളാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ അത് ഫാറ്റ് ബേൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെറ്റബോളിസം ബൂസ്റ്റ് ആയിട്ടാണ് അവിടെ ഫാറ്റ് ബേൺ നടക്കുന്നത്. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ ഇത് ചെയ്യുന്നത് കൊണ്ടാണ് നല്ല രീതിയിലുള്ളവർക്ക് റിസൾട്ട് ഉണ്ടാവുന്നത്. അപ്പൊ അധികമായിട്ട് അടിഞ്ഞു കൂടുന്ന കൊഴുപ്പ്, വയറിന്റെ സൈഡിൽ മാത്രം വെയിറ്റ് അല്ലെ ഈ ഒരു കൊഴുപ്പ് കൂടുന്ന ആളുകളുണ്ട്. അതായത് വയർ മാത്രം ചാടി നിൽക്കും, ബാക്കി എല്ലാ ഭാഗവും മെലിഞ്ഞു നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ടാബ്ലറ്റ്. ഓക്കെ, ഞാനും ഇതുപോലെ തന്നെ നമ്മുടെ ഡയറ്റ് എടുത്ത ഒരാളാണ്. ഞാൻ ഒരു മാസം കൊണ്ട് 10 കിലോ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ കുറച്ചിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് ഞാൻ ഇപ്പൊ പ്രോപ്പറായി ഡയറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കിഷ്ടമല്ല എല്ലാ ഭക്ഷണവും ഞാൻ കഴിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ചിക്കൻ കഴിക്കാറുണ്ട്, മട്ടൻ കഴിക്കാറുണ്ട്, ബീഫ് കഴിക്കാറുണ്ട്. പക്ഷെ അതിലൊക്കെ ഞാൻ എൻ്റെതായ ലിമിറ്റ്സ് വെച്ചിട്ടതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഞാൻ തടി കുറച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കും ഇത് തടി കുറയ്ക്കാന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് അത്ര സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വെയിറ്റ് ഈ ഡയറ്റ് എടുക്കുന്ന സമയത്ത് വെറും വെയിറ്റ് മാത്രം കുറയുള്ളൂ, അല്ലെ അതിന്റെ കൂടെ തന്നെ നമുക്ക് വേറെ എന്താ ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട്? ഒരുപാടുണ്ട്. കാരണം ഒരുപാട് ആളുകൾക്ക് ഇന്നുള്ളത് ഷുഗർ കംപ്ലൈന്റ് ഉണ്ട്. അതായത് യങ്ങർ ഏജിൽ കിടക്കുന്ന 25 ഏജിൽ കിടക്കുന്ന ആളുകൾക്ക് വെയിറ്റ് കൂടുമ്പോൾ വരുന്ന ഒരു പ്രശ്നമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഒരു ഡയറ്റിനകത്ത് കൂടുതലായിട്ടുള്ളത് എന്താണ്, പ്രോട്ടീൻസ് ആണുള്ളത്. പിന്നെ നമ്മൾ സാലഡ്സ് എന്താണെങ്കിലും പ്രോട്ടീൻസ് കൊടുക്കുമ്പോൾ അവിടെ ഫൈബേഴ്സും നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തണം, അതുപോലെ തന്നെ വാട്ടറും വേണം. ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അവിടെ കൂടുതലായിട്ടും ഷുഗർ വരുന്നില്ല, അല്ലെങ്കിൽ കാർബ്സ് കൂടുതലായിട്ടും വരുന്നില്ല. കാർബ്സ് ഒട്ടും തന്നെ എടുക്കണ്ടെന്ന് പറയുന്നില്ല, കാർബ്സ് വേണം. ഈ പ്രോട്ടീൻസിനും ഫാറ്റിനും നമ്മുടെ ശരീരത്തിനകത്ത് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ആ ഒരു മിതമായിട്ടുള്ള അളവിൽ കാർബോഹൈഡ്രേറ്റ് വേണം. അപ്പൊ അതും നമ്മൾ ആ ഒരു ഡയറ്റിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്ന സമയത്താണ് പേഷ്യൻസിനാണെങ്കിലും നല്ല റിസൾട്ട് 1 മന്തിൽ തന്നെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമുക്ക് ഷുഗർ അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും, കൊളസ്ട്രോൾ അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ വെയിറ്റ് കുറയുന്നതിന്റെ ഭാഗമായിട്ട് ഓട്ടോമാറ്റിക്കലി കുറെ ആളുകൾക്ക് BP കുറയുന്നുണ്ട്. PCOD പ്രശ്നങ്ങൾ മാറിയിട്ട് കുറെ ഇൻഫെർട്ടൈൽ കേസസ് ഒക്കെ ഫെർട്ടിലിറ്റി ആ ഒരു സ്റ്റേജിലോട്ടൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ പറ്റും, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ പറ്റും, ഷുഗർ കുറയ്ക്കാൻ പറ്റും, ഷുഗറിന്റെ മരുന്ന് വരെ ഒഴിവാക്കി ഒരുപാട് ആളുകളുണ്ട്. അതായത് നിങ്ങൾക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കുറച്ചെടുക്കാൻ പറ്റുന്ന ഇത് ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ബോഡിയെ ഭയങ്കര സ്ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഡോക്ടറെ ഇപ്പൊ കൺസൾട്ടേഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് എങ്ങനെ തടി കുറയ്ക്കണം, എന്തൊക്കെ കഴിക്കാം, എന്ത് കഴിക്കരുത്, അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ഒഴിവാക്കുന്നുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ചിക്കൻ കഴിക്കാം, ചിക്കനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രോസ്റ്റ് ആക്കി കഴിക്കുന്നത് ഒഴിവാക്കുന്നു. അതുപോലെ ബീഫ് കഴിക്കാം, പ്രശ്നമില്ല. മട്ടൻ ഇതിന് വേവിച്ചായിക്കോട്ടെ. ഈ മന്തി ചിക്കൻ നമ്മൾ എപ്പോഴും ബെസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു ഓപ്ഷനാണ് മന്തി, അൽഫാമിനൊക്കെ പറയുന്നത്. അൽഫാമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കരിഞ്ഞ ഭാഗങ്ങൾ ഒഴിവാക്കുക. അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കുറച്ച് ഷവായ, അതുപോലെ തന്നെ മന്തി ചിക്കനൊക്കെ ആണ്. അപ്പൊ നിങ്ങൾക്കും ധൈര്യമായിട്ട് ഇത്തരം ഭക്ഷണങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, തടി കുറയ്ക്കാൻ പറ്റും. ഇപ്പോ നമുക്ക് ഈ ഒരു സ്ലിം ഫിറ്റ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇപ്പൊ നോർമൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരാൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്? ഇപ്പൊ നമ്മൾ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഫാറ്റ് ബേണിന് സഹായിക്കുന്നുണ്ട്, മെറ്റബോളിസം അവിടെ ബൂസ്റ്റ് ആവുന്നുണ്ട്. ഇപ്പൊ ഹോർമോണൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കൊഴുപ്പ് കുറയുന്ന സമയത്ത് കുറെ ചേഞ്ചസ് ബോഡിയിൽ വരുന്നുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക്കലി ഇപ്പം പറഞ്ഞ കണക്റ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളിലൊക്കെ തന്നെ വേരിയേഷൻസ് അവരിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലിം ഫിറ്റ് എടുക്കാവുന്നതാണ്. സ്ലിം ഫിറ്റ് എടുക്കുന്നതിനെ കുറിച്ചും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷന് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. കാരണം നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷനും നിങ്ങൾക്ക് ബാക്കിയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള അറിഞ്ഞതിന് ശേഷം മാത്രം ഇത് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്നത്. കാരണം അതിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടിനേക്കാൾ ഡബിൾ ആയിട്ടിലേക്ക് നമ്മൾ ഡയറ്റും കൂടെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഡോക്ടറുടെ ഓൺലൈൻ ഓഫ്ലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഡോക്ടറെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെ
നമ്മളെ ബോഡി എത്ര കാലത്തേക്ക് നമുക്ക് ഇത് ലൈഫ് ലോങ് ആയിട്ട് നമ്മളെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളൊരു 30s അല്ലെങ്കിൽ 25 to 30 ആളുകൾക്ക് ഇപ്പോൾ ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഷുഗർ ആയിക്കോട്ടെ, ഫാറ്റി ലിവർ ആയിക്കോട്ടെ, തൈറോയ്ഡ് ആയിക്കോട്ടെ, അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 50-60 വയസ്സ് വരെ നമുക്കൊരു പ്രശ്നമില്ല, അല്ലെങ്കിൽ 70 നമ്മൾ മരിക്കുന്ന എന്നാണോ അതുവരെ നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ, അസുഖങ്ങളൊന്നും ഇല്ലാതെ ഹെൽത്തി ആയി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴേ ഒരു 20-25 വയസ്സ് മുതൽ തുടങ്ങേണ്ട ഒരു ജേണി എങ്ങനെയാണ്? നമ്മൾ നോക്കുന്ന സമയത്ത് തന്നെ ഇപ്പൊ എല്ലാവരും മടിക്കുന്ന ഒരു കാര്യമാണ് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത്. അതെ. പലരും ചെയ്യാറില്ല. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ബോഡി ചെക്കപ്പ് നടത്തുക. ഒരു 25 സ്റ്റാർട്ടിങ് തന്നെ എല്ലാ ബോഡി ചെക്കപ്പും നടത്തുക. പക്ഷെ ഇപ്പം നമ്മൾ 20 ഇയേഴ്സിൽ തന്നെ ബോയ്സിലൊക്കെ തന്നെ ഓവർ വെയിറ്റ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഹാബിറ്റ്സ് കൂടി, പുകവലി, മദ്യപാനം ഒക്കെ തന്നെ കൂടി. അപ്പൊ നിങ്ങൾ ആ ഒരു ഏജിൽ തന്നെ എല്ലാ ടെസ്റ്റുകളും ഒന്ന് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നല്ലൊരു ഡയറ്റ് എടുക്കുക. നിങ്ങൾ ഡയറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ അവർ വിചാരിക്കും 20 വയസ്സിലൊക്കെ ഞാൻ ഡയറ്റ് എടുക്കുക, എങ്ങനെയാണ് അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കേണ്ട സമയമല്ലേ, അതൊരു 45 വയസ്സൊക്കെ ആയിട്ട് തുടങ്ങിയാൽ പോരെ എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾ ഒട്ടും തന്നെ ഒന്നും കഴിക്കേണ്ടെന്നൊന്നും പറയുന്നില്ല. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഒരുപാട് റീൽസിലൊക്കെ കാണുന്നുണ്ട് ഒരുപാട് ചോക്ലേറ്റ് ഐറ്റംസ് അല്ലെങ്കിൽ പേസ്ട്രി, കേക്ക്സ്, കാര്യങ്ങളൊക്കെ. ഇത് ദിവസവും കഴിക്കുന്ന ആളുകളുണ്ട്. നമ്മളൊന്നും ചിലപ്പോൾ അത് കഴിക്കുന്നുണ്ടാവില്ല, പക്ഷെ ഇത് ദിവസവും കഴിക്കുന്ന ആളുകളുണ്ട്. എണ്ണക്കടികൾ ദിവസവും കഴിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെയാണ് ഇത് പ്രശ്നം. ഇപ്പൊ എപ്പോഴെങ്കിലുമൊക്കെ നമുക്കൊരു ക്രേവിങ്സ് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്നും കഴിക്കാൻ പാടില്ല എന്ന് ആരും പറയുന്നില്ല. ഇപ്പൊ ഞാനാണെങ്കിലും ഈവൻ ഒരു ബേക്കറിയിലൊക്കെ പോയിട്ട് ബേക്കറി ഐറ്റംസ് വാങ്ങുന്നുണ്ട് എപ്പോഴെങ്കിലും ഒക്കെ. പക്ഷെ എല്ലാ ദിവസവും ഇല്ല എന്നേ ഉള്ളൂ. അതൊക്കെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യാന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇതൊന്നും കഴിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ ബോഡി എപ്പോഴും ഫിറ്റ് ആൻഡ് ഹെൽത്തി ആയിരിക്കണം. അതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ എന്ത് ചെയ്യാം, ഒന്ന് ചീറ്റ് ഡേ ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാം. അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾ ആദ്യം റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുക. അതിപ്പോ നിങ്ങൾ ജിമ്മിൽ തന്നെ പോയിട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വീട്ടിലൂടെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുക. സ്വിമ്മിങ് നല്ല എക്സസൈസ് ആണ്, സൈക്ലിംഗ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ നല്ല രീതിയിൽ ഒരു കൺട്രോളും വെക്കുക. നമുക്ക് വയറ് ചാടുമ്പോൾ തന്നെ നമുക്ക് അസ്വസ്ഥതകൾ ഫീൽ ആവും. നമ്മളൊന്ന് സ്റ്റെപ്പ് കയറുമ്പോൾ ഒരു കിതപ്പ് വരും, കുറച്ച് ദൂരം നടക്കുമ്പോഴേക്കും കിതപ്പ് വരും. ആ ഒരു കിതപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം കുറച്ച് വയറ് ചാടുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് എനിക്ക് വെയിറ്റ് കൂടുന്നുണ്ട്, അല്ലെങ്കിൽ അലസത കൂടുമ്പോൾ തന്നെ നമ്മുടെ വെയിറ്റ് കൂടുന്നുണ്ട് എന്നാണ് അർത്ഥം. നമുക്കൊന്ന് ഇരുന്ന ഭാഗത്ത് നിന്ന് എണീക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ പെണ്ണ് നിലത്ത് വീണാൽ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഫീൽ ആയിട്ട് തുടങ്ങുന്ന ആ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുക, ഓക്കെ നിങ്ങളെ ബോഡി പോകുന്നത് കുറച്ചൊരു മോശമായിട്ടുള്ള സാഹചര്യത്തിലോട്ടാണ്, അപ്പൊ ഞാനൊന്ന് കൺട്രോൾ ചെയ്യണം. അങ്ങനെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്ത് കൊടുക്കുക. അല്ലാതെ ഞാൻ ഇനി നാളെ മുതൽ ഒന്നും കഴിക്കില്ല, പച്ചവെള്ളം മാത്രമേ കുടിക്കുള്ളൂ, അങ്ങനെയുള്ള യാതൊരു ഇതും ആരും ചെയ്യേണ്ട ആവശ്യകതയില്ല. നിങ്ങൾ ഓവറായിട്ട് കഴിക്കുന്നത് പ്രിവെന്റ് ചെയ്യുക, ഓവറായിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് ഒന്ന് കൺട്രോൾ ചെയ്യുക. ഓക്കെ, അതായത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് 1 മാസം കൊണ്ട് 12 കിലോ ഒക്കെ സിമ്പിൾ ആയിട്ട് കുറയ്ക്കാൻ പറ്റും. ഓരോരോ ഏജിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. ഞാനൊക്കെ എനിക്ക് 10, 12, 13 കിലോ വരെ പല സമയത്ത് ഡയറ്റ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ഡയറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സ്ലിം ഫിറ്റ് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ആണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ നിങ്ങൾ സ്ലിം ഫിറ്റിനെ കുറിച്ച് അറിയാനും നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക. ഡോക്ടർ കൺസൾട്ടേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. അതിനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് കഴിക്കുന്നത് കൊണ്ട്, സ്ലിം ഫിറ്റ് കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വെറും വെയിറ്റ് ലോസ് മാത്രമല്ല, നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ അത് കുറയും, നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് കുറയാൻ ഹെൽപ്പ് ചെയ്യും. അതെല്ലാം ഈ വെയിറ്റ് കുറയുന്നതോടെ തന്നെ നിങ്ങൾക്ക് നല്ല ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്ന ഡോക്ടർ ഭാഗ്യ മാം ആണ്, Q&B ഹെൽത്ത് കെയറിലെ ആയുർവേദിക് ഫിസിഷ്യൻ ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.